ഹലോ ഗൈസ്, എല്ലാവർക്കും ഫയർ ടെക് സ്കോറിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ ചെറിയൊരു മോൺസ്റ്റർ ഫിഷ് ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ പ്ലാൻ ചെയ്തതിൻ്റെ മുകളിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ടാങ്കൊന്ന് നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ടാങ്ക് കേട്ടോ. അപ്പോൾ ഗൈസ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടാങ്കാണ്. നമ്മൾ ഇവിടെ ഇങ്ങനെ ആദ്യം പ്ലാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഈ സൈഡ് ബേസ് ഇങ്ങനത്തെ കുറേ വാതിലുകളുണ്ട്. അത് ഇങ്ങനെ വെച്ചൊക്കെ ഉറപ്പിച്ച് ഇതുപോലെ നിർത്തിച്ചിട്ട് ഉണ്ടാക്കാമെന്നായിരുന്നു വിചാരിച്ചത്. അതിന് ശേഷം വിചാരിച്ചു അത് എന്തായാലും നടപ്പുള്ള കാര്യമല്ല. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഓട് വെച്ചു. ഇത് ഓടാണ് കേട്ടോ ഗൈസ്. ഓടുത് അവിടെ നിന്ന് ആ സൈഡിലിരുന്ന ഓടുകളൊക്കെ ഇവിടെ കൊണ്ട് ഇവിടെ ഒരു അട്ടിയായിട്ട് വെച്ചു. 10 അട്ടി, ഇവിടെ 20 അട്ടിയുണ്ട്. 2 ലെയറായിട്ട് വെച്ചു. ഇവിടെ അതെ ഗൈസ്, 2 ലെയറായിട്ട് വെച്ചു. അങ്ങനെ ഓട് വെച്ചിട്ട് എന്നിട്ട് ഇങ്ങനത്തെ ഒരു ഡോറുണ്ട്, കിച്ചണിലൊക്കെ ഉണ്ടാവണം. അത് സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു. എന്നിട്ട് ഇവിടെ 2 വാർക്ക് ചെയ്തതിൻ്റെ ഇതുണ്ടായി, അതൊന്ന് ചാരി വെച്ച് കൊടുത്തു. പിന്നെ ഈ ഓടും ഒന്ന് വെച്ച് ഉറപ്പിച്ച് ഇവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ഷീറ്റ് കണ്ടു, അത് ഇവിടുത്തെ തുമ്പിടിച്ചിട്ട് പൊട്ടിയിരിക്കുകയാണ് കേട്ടോ ഗൈസ്. നമുക്ക് എന്തെങ്കിലും ചെയ്യണത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കണ്ട ചിന്നൽ വീണ് കീറി ഇതാറ്റം വരുത്തിട്ടോ ഗൈസ്. ഇല്ലാത്തൊരു ഇതാണ്. പിന്നെ എന്നിട്ട് ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ഷീറ്റിന് വില കുറവാണ്. ഈ ബ്ലാക്ക് ഷീറ്റിന് വില കുറവാണ്. ഇത് കിലോക്കാണ് മേടിച്ചത്. 4 കിലോ വാങ്ങി 198 രൂപയായിരുന്നു. മേടിച്ചപ്പോൾ നല്ല നീളമുണ്ടായി. അതുകൊണ്ട് ഒരു ടാങ്ക് മുഷിക്കും ഉണ്ടാക്കി. ഒരു ടാങ്ക് ഈ വലിയ മീനുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു ടാങ്ക് ഉണ്ടാക്കി കേട്ടോ ഗൈസ്. എന്നിട്ട് ഇതിലാദ്യം ചാക്കി വിരിച്ചു. നിലത്ത് മണ്ണിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം ഒന്ന് എംസാൻഡ് ഇട്ടിട്ട് വേണം. അപ്പോൾ ആദ്യം ചാക്കും തുണിയൊക്കെ വിരിച്ചിട്ടാണ് ഈ ഷീറ്റിന് ഓട്ട വരാണ്ടിരിക്കാൻ. ഈ ഷീറ്റ് മാറ്റേണ്ടി വരും. കുറച്ച് നാൾ കഴിയുമ്പോൾ മാറ്റേണ്ടി വരും, കാരണം ഇത് ഓട്ട വരാൻ ചാൻസ് ഉണ്ട്. ഇതിനെക്കാട്ടും നല്ല നീല ഷീറ്റാണ്. തൽക്കാലത്തെ യൂസിന് വേണ്ടിയിട്ടാണ് ഭാവിയിൽ ഒരു സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയൊരു ടാങ്ക് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വലുത്. അപ്പോൾ ഇവിടെ ഒരു തടയ്ക്ക് ഇങ്ങനെ ഒരു വടി വെച്ച് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഈ വല നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതാണ്, വില കുറവിന് മേടിക്കാൻ കിട്ടുന്നതാണ്. ഞാൻ ഇത് 100 രൂപയ്ക്ക് വാങ്ങിയതാണ്. ഈ വലേനെക്കാട്ടും നല്ലത് മറ്റേ വല കേട്ടോ, ചെറിയ കണ്ണിയുടെ. ഈ വല നേരത്തെ ഇവിടെ ഉണ്ടായതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ വല ഇപ്പം ഇത് എന്തിനുള്ള വലയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒക്കെ പാവക്ക, പടവല അങ്ങനത്തെ കയറ്റണ വലയാണ്. പിന്നെ ഫുട്ബോൾ ഗ്രൗണ്ടുകളിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യണ വലയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിൽ പകുതിയോളം വെള്ളം നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ മീനുകളെ അധികം വൈകാതെ തന്നെ മീനുകളെ വാങ്ങിച്ചിടുന്ന വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പം നല്ല വെയിലാണ് കേട്ടോ ഗൈസ്. ഒരു നട്ടിച്ച സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. വൈകിട്ട് എടുക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ
ഞങ്ങൾ ആദ്യം വിചാരിച്ച സ്ഥലമുണ്ട്. അപ്പോൾ ആ വർക്ക് ഏരിയ സ്റ്റോർ റൂമിൻ്റെ വശം ഒരു സ്ഥലം ഞങ്ങൾ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്, ചെറിയൊരു പോണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഇത്രയും വലിയൊരു പോണ്ട് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ ആ ചെറിയൊരു പോണ്ട് ഉണ്ടാക്കാൻ നോക്കിയ വീഡിയോ നമ്മുടെ ഫിഷ് ടാങ്കിൻ്റെ അടുത്താണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫിഷ് ടാങ്ക് ഉണ്ടാക്കിയതുപോലെ അതുപോലെ വലിയൊരു മോൺസ്റ്റർ ഫിഷ് ടാങ്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനെക്കാട്ടും വലിയ ടാങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ നമ്മുടെ ന്യൂസ് എടുത്തിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി അനേബിൾ ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ പോവുകയാണ്. അപ്പത്തണ്ട അപ്പോൾ ഗൈസ് കുറേ വെടുപ്പാക്കി. അതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ചാക്ക് ആവശ്യമുണ്ട്, പിന്നെ സ്റ്റാൻഡ് ആവശ്യമുണ്ട്. പിന്നെ ഈ ഒരു സ്ഥലത്താണ് ഗൈസ്, ഈ ഒരു സ്ഥലത്താണ് നമ്മൾ മോൺസ്റ്റർ ഫിഷ് ടാങ്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം ഒന്നും വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ വൃത്തിയാക്കണ വീഡിയോ എൻ്റെ ക്യാമറമാൻ എടുക്കുന്നതാണ്. ഹലോ ഗായ്സ്, നമ്മ കുറച്ചൊക്കെ വൃത്തി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗായ്സ്. നമ്മ ഇനിയും വൃത്തി ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇവൻ കൈക്കോട്ടും കൊണ്ട് വൃത്തിയാക്കിയാണ് കേട്ടോ. ഈ മണ്ണിൻ്റെ മുകളിൽ കൂടി ഇട്ടാൽ പൊക്കം കൂടി, അതുകൊണ്ടാണ് മണ്ണൊക്കെ ഇങ്ങനെ വാരി എടുക്കുന്നത്. ഭാവിയിൽ ആവോന്ന് നമുക്കറിയാം. ഈ കല്ല് വെച്ചേക്കുന്നത് ഇവിടെയാണ്, അത്രയുള്ളൂ. അവിടെയും തൊട്ട് ഇവിടെയും വരെ. അപ്പോൾ ഗൈസ് നിങ്ങൾ ആ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ യൂസ് ഇതിലേക്ക് അങ്ങനെ വെള്ളം എത്തിച്ചെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ പശുക്കളുടെ ടാങ്ക് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ വരുന്ന വെള്ളം ഈ പൈപ്പായിട്ട് യൂസ് കണക്ട് ചെയ്ത് നേരെ ഇതിലേക്ക് വെള്ളം ഇങ്ങനെ എത്തിച്ചു. അതുകൊണ്ട് ഈസിയായി. അല്ലെങ്കിൽ നമ്മൾ അടിയിൽ നിന്ന് വെള്ളം കോരി ഒഴിച്ച് പാട് കഴിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഇനി ഞാൻ മീനെ മേടിച്ചിരുന്ന വീഡിയോ ഇടുന്നതായിരിക്കും. നമ്മിനി ഇതുപോലത്തെ ഒരു ടാങ്ക് ഈ ഒരു സൈഡിലും ഉണ്ടാക്കുന്നതാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഹോഡ് വെച്ച് നിരത്തി ഇതുപോലെ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ അത് ഈ ഒരു ഭിത്തിയില്ലേ, ഈ ഒരു ഭിത്തിയുടെ വലിപ്പത്തിൽ മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതിൻ്റെ വലിപ്പം നോക്കണ്ട, ഇത്രയും വലിപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും തന്നെ വെള്ളം നിറയ്ക്കുള്ളൂ. അപ്പോൾ ഇതെൻ്റെ തൊഴുത്തിൻ്റെ മുകൾ വശമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും എൻ്റെ ചാനൽ കണ്ടതിന് നന്ദി. ഓക്കെ ഗൈസ്.